ഹലോ, ഗുഡ് മോർണിംഗ്. നേരെന്താ വെളുത്ത് വരണേ ഉള്ളൂ. ഇന്ന് നമ്മൾ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ്. ഐശ്വര്യമായിട്ട് തന്നെ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. റോഡ് സൈഡിൽ നിന്ന് തന്നെ കാറ്റാടിക്കടവ് ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നുമാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് എൻട്രി ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ട്രക്കിങ്ങിനായിട്ട്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള വണ്ണപ്പുറത്താണ് മനോഹരമായി കാറ്റാടിക്കടവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ വണ്ണപ്പുറം കള്ളിപ്പാറ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ട്രക്ക് ചെയ്താൽ നമുക്ക് കാറ്റാടിക്കടവ് വ്യൂ പോയിന്റിലെത്താം. ഹിൽ ടോപ്പിലേക്കുള്ള വഴി കുറച്ച് ചലഞ്ചിങ് ആണ്. അഡ്വഞ്ചേഴ്സ് ട്രാവലേഴ്സിനെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. 2 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കാറ്റാടിക്കടവിലേക്കുള്ള ഈ ട്രക്കിങ്ങിൽ പ്രകൃതിയുടെ പല മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ആദ്യമേ തന്നെ ചെങ്കുത്തായ കയറ്റമാണ്. അത് കഴിഞ്ഞാൽ ഒരു ലാൻഡിങ് ഏരിയയിലേക്കാണ് നമ്മൾ നടന്നെത്തുന്നത്. ഇത്രയും ദൂരം നടന്നു വന്ന സ്ഥലവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു സ്പോട്ടിലേക്കാണ് എത്തിയത്. ഈ ഭാഗത്ത് ചെറിയ കടകളുണ്ട്. അത്യാവശ്യത്തിനുള്ള വെള്ളവും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. സീ ലെവലിൽ നിന്നും ഏകദേശം 2635 അടി ഹൈറ്റിലാണ് ഈ മലകൾ സ്ഥിതി ചെയ്യുന്നത്. കാറ്റാടിക്കടവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഹെറിറ്റേജ് ഫാം കൂടെയാണ്. ഇവിടെ കാപ്പി, കുരുമുളക്, കൊക്കോ, റബ്ബർ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന ഈ വഴിയിലൊക്കെ ഈ കൃഷികൾ കാണാവുന്നതാണ്. കാറ്റാടിക്കടവിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ അടുത്ത ലെവൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് നടക്കുമ്പോഴേക്കും ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അവരേത് വഴിക്ക് പോയെന്ന് കണ്ടില്ല ഗൈസ്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും തന്നെ കോട മുഴുവനായി ഈ സ്പോട്ടിനെ മൂടിയിട്ടുണ്ടായിരുന്നു. കൂടെ ചെറു ചാറ്റൽ മഴ കൂടി ആയപ്പോൾ ആ വൈബിൻ്റെ കാര്യം പറയുകയേ വേണ്ടല്ലോ. ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ആ ട്രക്കിങ്ങിൻ്റെ ബ്യൂട്ടി കൂട്ടിയതല്ലാതെ എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം കോംപ്ലക്സ് ആയ ട്രക്കിംഗ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളത്. ഈ മലയ്ക്ക് അധികം വിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മുടെ യാത്ര. അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് വളരെ സൂക്ഷിച്ച് വേണം നടത്താൻ. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്കാണോ? അവിടെ ശരി, ഇങ്ങോട്ടേക്കൊന്ന് ആ ആരെയൊക്കെ പൂ തന്നോ? താഴെ ഇറങ്ങട്ടെ. ഓരോ സ്പോട്ടിലെത്തുമ്പോഴും ഓരോരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ചെറിയ മഴയും കോടയും എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് അത് ഭയങ്കര രസമായിരുന്നു.
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ട്രക്കിംഗ് കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് തന്നെ കാറ്റാടിക്കടവിലേക്കുള്ള ട്രക്കിംഗ് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്ക് തന്നത്. ഇനിയുണ്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ നമ്മൾ ഏകദേശം കാറ്റാടിക്കടവിൻ്റെ ടോപ്പ് സ്റ്റേഷനിലേക്ക് അടുത്തെന്ന് തന്നെ പറയാം. ഇവിടുത്തെ വ്യൂവും അതിൻ്റെ മാജിക്കൽ എക്സ്പീരിയൻസും കണ്ട് തന്നെ അറിയണം. നമ്മളിനി കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പയ്യെ തിരിച്ചിറങ്ങുകയാണ്. അതെ, എന്ത് സംഭവിക്കാന്ന്. ടോപ്പിൽ കയറി തിരിച്ചിറങ്ങി തുടങ്ങിയപ്പോഴേക്കും ഏകദേശം എല്ലാവരും തന്നെ മടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നേരം കുറച്ച് നേരം ഇരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഫുഡ് കിട്ടും. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വേഗം താഴെ ഇറങ്ങാനുള്ളൊരു മോട്ടിവേഷൻ. വേഗം താഴെത്തി വേഗം ഫുഡ് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ താഴേക്ക് എത്തി. പാട്ടൊക്കെ വെച്ച് വൈബ് ചെയ്താണ് തിരിച്ചിറങ്ങി വന്നത്. താഴെ എത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ട്രക്കിംഗ് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഴയും കോടയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് കുറച്ച് റിസ്കി ട്രക്കിംഗ് തന്നെയാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ കാണാം. Bye.